വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാനിരിക്കെ കുട്ടികളെ കയ്യിലെടുക്കാൻ വ്യത്യസ്തമാർന്ന ഉൽപ്പന്നങ്ങളുമായി സ്കൂൾ വിപണി സജീവമായി തുടങ്ങി. ഇനിയിപ്പോൾ ബാഗ് വാങ്ങണം, കുട വാങ്ങണം, ചെരുപ്പ് വാങ്ങണം, ചോറ്റുപാത്രം വാങ്ങണം, അങ്ങനെ എല്ലാം വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും എന്നറിയാം. ഇപ്പോൾ ഇതെല്ലാം വിപണിയിലുണ്ട്. വ്യത്യസ്തമായ നിറങ്ങളിലും വർണ്ണങ്ങളിലും ഒക്കെയായി കുട്ടികളെ ആകർഷിക്കാൻ സാധനങ്ങൾക്കെല്ലാം പക്ഷേ മുൻ വർഷത്തേക്കാൾ വില കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഓൺലൈനിലും കച്ചവടം ആഘോഷമാവുകയാണ്. ദീപക് മലയമ്മ ചേരുന്നുണ്ട്. ദീപക്, ഒരു നൊസ്റ്റാൾജി അടിക്കുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ. ഏത് ചോറ്റുപാത്രം വേണം, ഏത് കുട വേണം, സ്പൈഡർമാൻ്റെ ചിത്രമുള്ള ബാഗ് വേണോ എന്നൊക്കെയുള്ള ചിന്തകളിലായിരിക്കും അല്ലേ? അങ്ങനെ തന്നെയാണ്. പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സ്പൈഡർമാനൊന്നും അത്ര സജീവമല്ല, എന്നാൽ പോലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഈ ബാഗുകളുടെയൊക്കെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഈ എത്ര കളർഫുള്ളായിട്ടാണ് ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അവരെയൊക്കെ സംബന്ധിച്ച് അവരുടെ പുറത്ത് ഒരു കാർട്ടൂൺ കഥാപാത്രം മസ്റ്റാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയുന്ന തരത്തിലേക്കാണ് ഇവിടെ കാണുന്ന ബാഗുകളും മറ്റ് സ്കൂളിൽ പോകാനുള്ള അല്ലെങ്കിൽ സ്കൂളിൽ ഉപയോഗിക്കാനുള്ള ഓരോ സാധനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അവരെത്ര പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റുമോ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് മിഠായി തെരുവിലാണ്, കോഴിക്കോട്. അവിടെ സ്കൂൾ ബസാറിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നിറയെ സ്കൂളിൻ്റെ ഐറ്റംസ് മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നിലവിലിവിടെ കസ്റ്റമേഴ്സ് അല്പം മുൻപ് വരെ ഉണ്ടായിരുന്നു, ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം എന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബാഗ് കണ്ടോ? ഈ ബാഗിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്ന് തട്ടിക്കാം. ചേട്ടാ ഒന്ന് വന്നേ, കണ്ടോ? ഇതിങ്ങനെ ബാഗിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇളകിയാൽ കത്തുമല്ലേ? ഈ ബാഗിനൊക്കെ എന്താ വില? ഇത് 980 റേറ്റ്. 980. ഇത് ഏത് ബ്രാൻഡും ഉണ്ടോ അങ്ങനെയാണോ? അല്ലെങ്കിൽ അല്ല, ഇത് ഇവിടെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ്? അതെ, അത് ശരി. ഇതെന്താ ഇങ്ങനെ മിന്നുന്ന ഒരു ഐറ്റം ഇടാൻ? ഉള്ളിൽ ലൈറ്റ് വെക്കുന്നുണ്ട്. ഇതിനാണ് ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത്. ആൾക്കാർ അധികം ചോദിച്ചു വരുന്നത്. അതെ. ഈ വയറിംഗ് ഒക്കെ ഉണ്ടല്ലേ? ഫുൾ സെറ്റപ്പ് ആട്ടോ. ഇങ്ങനെ അല്ലെ, ഇത് ഇങ്ങനെ ആകുമ്പോൾ സാധനം വെക്കുമ്പോൾ ഇത് വിട്ടുപോയില്ലേ? ഇല്ല, അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുപോയില്ല. അതിനുള്ള ഗ്ലൂ ആണിത്, പെട്ടെന്ന് അങ്ങനെ വിട്ടുവരില്ല. ഇതിന് പേരെന്തെങ്കിലും ഉണ്ടോ ഈ ബാഗിന്? ഇത് ഓരോരോ പ്രിന്റ് വെച്ചിട്ടാണ് പേര് വരിക. അത് ഇങ്ങനെ പ്രിന്റിന്റെ കഥാപാത്രങ്ങളുടെ പേര് വെച്ചിട്ടാണ് ബാഗിന്. അത് കൊള്ളാലോ. ഓക്കെ, അമല കൂടി ഉണ്ട് ഇവിടെ. അമലെ ഒന്ന് ഇങ്ങോട്ട് വന്ന സൗകര്യമായിരുന്നു. അമല ഈ സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. അമൽ, എന്താണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത, ഒരു വ്യാപാരമൊക്കെ ഉണ്ട്? കുട്ടികളെ ആകർഷിക്കലാണ് മെയിൻ അട്രാക്ഷനായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അവർ ഈ ഒരു ഏജിൽ അവരെ അട്രാക്ട് ചെയ്യുന്ന പല തരത്തിലുള്ള പല കാർട്ടൂൺ ക്യാരക്ടേഴ്സിൽ വരുന്ന ബാഗുകളും അതിനോടനുബന്ധമായിട്ട് ബുക്സ്, കുടകൾ, കിറ്റ്, ലഞ്ച് കിറ്റുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് പൊതുവെ ഇപ്പം സജീവമായി? നിങ്ങൾക്ക് കാണാമല്ലോ, കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കസ്റ്റമേഴ്സ് ഇപ്പൊ കാണാനില്ല എന്ന് പറയായിരുന്നു, പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കസ്റ്റമേഴ്സ് അറിയാം. അത് ചൂടൊക്കെ അല്ലേ, ഇപ്പൊ ആൾക്കാർക്ക് ആ ഒരു ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോഴാണ് അവർ പർച്ചേസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതെ. എന്താണ് ഏത് വെറൈറ്റിയാണ് കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത്? കൂടുതലായിട്ടും കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആണ്. ഈ സ്പൈഡർമാൻ, പിന്നെ അതുപോലെ മാർവലിന്റെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അയൺമാൻ, ബാറ്റ്മാൻ, ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഏതൊക്കെ കാർട്ടൂണുകളാണോ അവരുടെ പ്രായത്തിൽ അവർ കാണുന്നത് അതൊക്കെ ചോദിച്ചിട്ടാണ് അവർ വരുന്നത്. അതൊക്കെ ഞങ്ങൾ സ്റ്റോറിൽ അവൈലബിൾ ആക്കി വെച്ചിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ തവണത്തേക്കാളേ വിലയിലൊക്കെ എന്ത് മാറ്റം ഉണ്ടായിട്ടില്ലേ? വിലയിൽ അധികം ഞങ്ങൾ കൂടുതൽ പ്രൈസ് റേഞ്ച് ഉള്ളത് വെക്കുന്നില്ല. ബെറ്റർ ക്വാളിറ്റി, മിനിമം പ്രൈസ്, ആ ഒരു കോൺസെപ്റ്റാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഒരാൾക്ക് കടയിലേക്ക് വന്ന ആൾക്ക് ചുരുങ്ങിയ പൈസയ്ക്ക് കുട്ടിക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതാണോ? ഷുവർ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ? എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്കൂളിൽ പോകാൻ അത്ര ചിലവുണ്ടാവില്ല? ഇല്ല, ഇന്ത്യൻ സാധനങ്ങളാണെങ്കിൽ അതിൻ്റെതായ പ്രൈസ് റേഞ്ച് തന്നെ ഉണ്ടാവും. പിന്നെ ഇമ്പോർട്ടഡ് വരുമ്പോഴാണ് റേറ്റ് വല്ലാതെ കൂടും. അങ്ങനത്തെ ഐറ്റം എന്തൊക്കെയുള്ളത്? ഇതൊക്കെ ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. ഇന്ത്യൻ കാറ്റഗറിയിൽ വരുന്ന ഇപ്പോൾ വൈൽഡ് ക്രാഫ്റ്റ് പോലത്തെ അത് ബ്രാൻഡ്സ് ആണെങ്കിൽ അതിന് വില കൂടും. അല്ലാതെയുള്ള കമ്പനികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിലക്കുറവുകൾ ഉണ്ടാവാറുണ്ട്. ഇതിലിപ്പം ഇവിടെ എന്താ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്നൊക്കെ നമ്മൾ പദപ്രയോഗം നടത്തുന്ന പോലെ ഇനി എന്തെങ്കിലും ഇവിടെ സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ലാത്തതുണ്ടോ? അങ്ങനെ ചോദിക്കും. ഒന്നുമില്ല, എല്ലാ ഐറ്റംസും ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഉണ്ട്. ഒരു സ്കൂളിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ചാർട്ട് പേപ്പർ, പെൻസിൽ, റബ്ബർ, സ്കെയില്, പിന്നെ സ്കെച്ച് പെൻസ്, മാർക്കേഴ്സ്, ബ്രൗൺ പേപ്പേഴ്സ്, പിന്നെ ബ്രൗൺ പേപ്പേഴ്സ് നൊസ്റ്റാൾജിയാണല്ലേ? വെറൈറ്റികളും വരുന്നുണ്ട്. ആ ട്രാൻസ്പെറൻറ്റ് പേപ്പർ ഒന്നാണ് ഇത്. വിനീത ചോദിച്ച പോലെ ഇതൊക്കെ വെച്ച് എത്ര തവണ നമ്മൾ പൊതിഞ്ഞ് പുസ്തകങ്ങൾ കുട്ടപ്പനാക്കി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇപ്പം ഇത് സജീവമായിട്ട് ഇതിൻ്റെ അകത്തൊക്കെ കണ്ടില്ല. ഇതിപ്പോൾ ഇതൊക്കെ ട്രാൻസ്പെറൻറ്റ് ടൈപ്പാണ് വരുന്നത്. ഇതും പല റേറ്റിലാണ് വരുന്നത്. ഇത് 60 ആണ് സ്റ്റാർട്ടിങ്, 70, 80 എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രൈസ് റേഞ്ചിൽ അതും അവൈലബിൾ ആണ്. എത്ര പുസ്തകം പൊതിയാൻ പറ്റും? ഇത് എത്ര മീറ്റർ ഉണ്ടോ? 8 എണ്ണം. 9 എണ്ണം സുഖമായിട്ട് വലിയ പുസ്തകങ്ങൾ പൊതിയാൻ പറ്റും.
ഇത് കുറച്ചുകൂടി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ്. സാധാരണകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് ആളെ അട്രാക്ട് ചെയ്യണമല്ലോ. അതിന് നോട്ട്ബുക്ക് അതിലും അങ്ങനെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഉണ്ട്. ക്ലാസ്മേറ്റിനെയാണ് ഞങ്ങൾ സാധാരണ പ്രൊമോട്ട് ചെയ്യൽ. അല്ലാതെ തരത്തിൽ ഇപ്പോൾ ത്രിവേണിൻ്റെ നോട്ട്ബുക്സും മറ്റേ പ്രൈസ് റേഞ്ച് കുറഞ്ഞ നോട്ട്ബുക്സും ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് ചില കസ്റ്റമേഴ്സിനടുത്ത് കൂടി അവരുടെ പ്രതികരണം കൂടി തരാൻ തോന്നുന്നു. ഇതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? വാങ്ങിയത് എന്തൊക്കെ വാങ്ങിച്ചു? ചെരുപ്പ്, ബാഗൊക്കെ വാങ്ങി. സ്കൂളിലൊക്കെ പോകാൻ കണക്കാക്കി തന്നെയാണ്. അതെ. ആണല്ലേ? ഇപ്പൊ എന്തൊക്കെയാ നോക്കാനല്ലേ? ഇനി ഇവർക്ക് വാട്ടർ ബോട്ടിലൊക്കെ നോക്കാണ്ട്. ആണല്ലേ? എന്താ സ്കൂളിൽ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? പഠിക്കുന്നുണ്ടോ? എത്രാം ക്ലാസ്സിലാ? LKG. എന്താ വാങ്ങിക്കുന്നേ? ബാഗ് വാങ്ങിയോ? ഇല്ല. എങ്ങനത്തെ ബാഗാ വാങ്ങിക്കുക? യൂണിക്കോൺ. അടിപൊളി. ഇതൊക്കെ ഒരു പറയുമ്പോഴേ ഇത് കൃത്യമായിട്ട് തിരിച്ചു പറയാൻ പറ്റാത്തൊരു ദുരവസ്ഥ എന്നെ സംബന്ധിച്ചുണ്ടല്ലോ. മോളെ ഇത് എന്തോ സാധനം? കീച്ചേനോ? എല്ലാ സാധനങ്ങളും വാങ്ങിച്ചാ? എന്തൊക്കെയാ വാങ്ങിച്ചേക്കുന്നേ? വാട്ടർ ബോട്ടിലൊക്കെ. വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചാ? ഏത് എങ്ങനത്തെ ടൈപ്പാ വാങ്ങിച്ചേ? സൂപ്പറാണോ? ആണ്. വേറെന്താ? കുട വാങ്ങി, ബാഗ് വാങ്ങി, അങ്ങനെ എല്ലാം വാങ്ങിച്ചോ? ഇനി എന്താ വാങ്ങിക്കാൻ ബാക്കിയുള്ളേ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി സ്കൂളൊന്ന് തുറന്നു കിട്ടിയാൽ മതി. അങ്ങനെയാണോ? ഓക്കെ. ഈ കാർട്ടൂൺ കഥാപാത്രം ഒക്കെ ഉള്ള ബാഗാണോ വാങ്ങിച്ചേ? കാർട്ടൂണൊക്കെ ഉണ്ടോ ബാഗില്? ഞാൻ ബാഗ് വാങ്ങിച്ചിട്ടില്ല. ഈ തവണ വാങ്ങിക്കുന്നില്ലേ? വാങ്ങിക്കണം. ഇപ്പൊ തൽക്കാലം പറ്റിച്ചതാണോ? വാങ്ങിച്ചു തന്നില്ലേ? വാങ്ങിച്ചിട്ടില്ല അല്ലേ? മോളുടെ പേരെന്താ? മൻഹ. ഓക്കെ. മൻഹ തൽക്കാലം ബാഗ് വാങ്ങിച്ചിട്ടില്ല, പക്ഷേ വാങ്ങിക്കാൻ പോവാണ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ നിരവധിയായ ആളുകൾ ഇനിയിപ്പോൾ ഈ വരുന്ന സ്കൂൾ തുറക്കുന്ന ദിനത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ അത് ഇപ്പോഴേ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് യാതൊരു തരത്തിലും. ഡോറ ബുജിയുടെ ബാഗുണ്ടോ? എവിടെ എടുത്തേ? അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാനത് തീർത്തേക്ക്. ഇത് കണ്ടാൽ എനിക്ക് മനസ്സിലാവണ്ടേ? അതല്ലേ കുഴപ്പം. വന്നു വനമല. അടിപൊളി. കണ്ടല്ലോ, എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഈ മാർക്കറ്റ് ആ അർത്ഥത്തിലേക്ക് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരാൾക്കും ഇനി അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കഥാപാത്രത്തെയും കൊണ്ട് സ്കൂളിലേക്ക് പോകേണ്ട എന്നുള്ളതാണ് വിപണി പറയുന്നത്. അടുത്ത ബാഗ് വരുന്നുണ്ട്. അല്ല, ഈ ബാഗിൽ തന്നെ ഇപ്പം ക്ലാസ്സുകളൊക്കെ ഇപ്പം ചെറിയ ക്ലാസ് മുതൽ മുകളിലേക്കുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഈ ബാഗിൻ്റെയൊക്കെ സൈസിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതെ. ഇപ്പം ഈ വലിയ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും വെറൈറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ മേലെ ഉണ്ട്, അവൈലബിൾ ആണ്. അത് ഓരോ സൈസാണ് വരിക. മീഡിയം സൈസിൻ്റെതല്ല, ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഈ സിനിമകളൊക്കെ ഇപ്പോൾ ചാർലി ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ ആ സിനിമ കണ്ടിട്ട് അതിനോട് താല്പര്യം വന്നിട്ട് വരുന്നതാണ്. അങ്ങനത്തെ അതും മാർക്കറ്റിലുണ്ട് ഇപ്രാവശ്യം. ഒരു ഒറ്റക്കയ്യനാണ്. ഈ ബാഗൊന്നും കുടിക്കാവോ? ഓക്കെ. എന്തായാലും വിനിത, ഇങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ. അക്ഷരാർത്ഥത്തിൽ ഇത്തരം വിപണികൾ പൂർണ്ണമായിട്ടും കുഞ്ഞു കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കീഴടക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇനി കുഞ്ഞു പെൻസിൽ മുതൽ പേന അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നും വാങ്ങിക്കുക. അത് പൂർണ്ണമായും ആ സ്കൂൾ തുറക്കുന്ന ദിനത്തിലേക്ക് കിടക്കുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്കയുടെ പെൻസിൽ ബോക്സ് വേണം, സ്പൈഡർമാന്റെ ബാഗ് വേണം, അയൺമാന്റെ വാട്ടർ ബോട്ടിൽ വേണം എന്നൊക്കെ ഒരു നീണ്ട ലിസ്റ്റ് എൻ്റെ വാട്സാപ്പിലും വന്ന് കിടക്കുന്നുണ്ട്. എൻ്റെ മക്കൾ രണ്ടുപേർക്കും വേണ്ടി. ഇതേ വേറൊരു കൂട്ടുകാരൻ അവിടെ വന്ന് നിൽക്കുന്നു. അവൻ എന്താണ് വേണ്ടത്? അല്ല, ഞാനേ മോൻ്റെ പേരെന്താ? ആദിദേവ്. ഈ കണ്ടോ സ്പൈഡർമാനെ കണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ടീഷർട്ട് നോക്കിച്ച് വാങ്ങിച്ചാണോ? അല്ല, ഗിഫ്റ്റ് കിട്ടിയാണ്. ഈ ബാഗൊക്കെ വാങ്ങിച്ചാ? ബാഗ് വാങ്ങാനാ വന്നേ. ഏത് ടൈപ്പ് ബാഗാ വാങ്ങിക്കുന്നത്? സ്പേസിന്റെ. ഏതാ? അതെവിടെയുള്ള? ഇവിടെ കണ്ടുപിടിച്ചോ നീ? ഉണ്ടോ? കിട്ടിയോ? സ്പേസിന്റെ അല്ലേ? ഇതൊന്ന് പിടിച്ചേ. നീ ഒന്ന് പിടിച്ചാ. എൻ്റെ കയ്യിലിടാ. ഇതാണോ ഇഷ്ടപ്പെട്ടെ? ഇത് ഇഷ്ടപ്പെടാൻ കാര്യം എന്താ? ഇത് കുറെ സ്പേസ് ഉണ്ട്. ഇതിലെല്ലാ സാധനങ്ങളും അടുക്കി വെക്കാൻ പറ്റും. ആണല്ലേ? നേരത്തെ നോക്കി വെച്ചാലേ. ചിരിയിലുണ്ടല്ലോ. ഇങ്ങനെ ഇത് നേരത്തെ പറഞ്ഞോ ഇന്ന സാധനങ്ങൾ വേണം? എന്റെ കസിന്റെ മോനാണ് കൂട്ടിക്കൊണ്ട്, ബ്രദറിന്റെ മോൻ. കൂട്ടിക്കൊണ്ടുവന്നതാ വാങ്ങിച്ചു കൊടുക്കാൻ. വരുമ്പോ എന്തൊക്കെ വേണമെന്നാ പറഞ്ഞേ? ഒന്നും വേണ്ടാന്ന് പറഞ്ഞോ? അല്ല, ഇന്ന് അത്ര നല്ല കുട്ടിയായോ നീ? അത് കൊള്ളാം. ഇനി വേറെ എന്തൊക്കെയാ വാങ്ങാനുള്ള? ബാഗല്ലാതെ ഷൂലും ബ്രാൻഡും ഉണ്ടോടാ? ഷൂ ഏതാ വാങ്ങിക്കുന്നേ? കുറച്ച് കളർഫുൾ ആയ കൊള്ളാം. അങ്ങനെ പ്രശ്നമുണ്ട് അല്ലേ? മിസ് പിടിക്കുന്ന പ്രശ്നമുണ്ട്. അപ്പൊ ഒറ്റ കളറേ പറ്റുള്ളൂ.
ബ്ലാക്കേ പറ്റും. ബ്ലാക്കേ പറ്റുള്ളൂ. ഓ, അത് വലിയ വിഷമകരമായ ഒരു അവസ്ഥയാണ്. അല്ലാതെ കളർഫുൾ ആയിട്ടുള്ള ഷൂ ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ മിസ് പിടിക്കുന്ന പറയുന്നത്. എന്തായാലും ഇങ്ങനെ അവരുടെ മനസ്സ് നിറയെ ചില ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ സാധിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ മാർക്കറ്റ് ആ തരത്തിലേക്ക് മാറിയിട്ടുമുണ്ട്. വിനീത.